ഏത് ഭാരതാംബ? ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമോ ഇല്ല. ഉണ്ടോ? ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ തീരുമാനിക്കണം? യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണമാണ്. RSSൻ്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ, ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. ഞാനത് ബോധപൂർവ്വം തന്നെയാണ് പറയുന്നത്, ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. അപ്പോൾ അതല്ലാത്ത ഒരു ഫോട്ടോയും കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒരു പ്രത്യേക രീതിയിലുള്ള ആകൃതിയും പ്രകൃതിയും സ്ഥിരമായിട്ട് RSSകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അത് ഇവിടെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കണം എന്ന നിലപാട് വാശി പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും അതിൽ നിന്ന് മാറി ആ നിലപാടിനോട് ഞങ്ങളൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്തസ്സുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരിപാടി അവിടെ മാറ്റി പരിപാടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ നിലയിൽ നടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പരിപാടിയാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ആ പരിപാടി ആ രീതിയിൽ കൈകാര്യം ചെയ്ത മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. എന്താണ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ സന്ദേശം എന്നിത് വ്യക്തമാക്കി. അത് മതനിരപേക്ഷ ഉള്ളടക്കമാണ്, ഒരു വർഗീയതക്കും കീഴടങ്ങുന്നതല്ല. അതാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. പഴയ ഗവർണറുടെ അതേ നിലപാട് തന്നെയാണ് പുതിയ ഗവർണർ. എത്രയും കൊണ്ട് തന്നെ മതി, ഇത്രയും കൊണ്ട് തന്നെ മതി. നിലമ്പൂർ ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടും. അൻവർ ഇന്ന് ആഭ്യന്തര വകുപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് UDF-ലേക്ക് വരാൻ വേണ്ടി. ആഭ്യന്തര വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ വരാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരാം. അതിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം അവരുടെ പ്രശ്നം അത്. അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തോടുകൂടി ഒഴിവാക്കിയതാണ് അൻവറിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. അതിനുശേഷം പിന്നെ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൽ അൻവറിൻ്റെ കാര്യം. പിന്നെ അൻവർ പറയുന്ന കാര്യത്തോട് സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുമില്ല. അതുകൊണ്ട് അൻവർ എന്ത് പ്രതികരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അൻവർ എന്ത് പറഞ്ഞു എന്നുള്ളതോ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണവും ഞങ്ങളതിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒറ്റുകൊടുത്തത്. UDF-ന് വേണ്ടി ഒറ്റുകൊടുത്തതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, യുവദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. അത് UDF-ന് വേണ്ടിയിട്ടാണ്. ആ UDF സെക്രട്ടറി MP ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.